ഹലോ ഗൈസ്, ഇതൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്, എന്നാലും പറഞ്ഞു പോവുകയാണ്. പിന്നെ താമരശ്ശേരിയിൽ ഒരു കുട്ടിയെ തല്ലിക്കൊന്നില്ലേ, അതിൻ്റെ കാര്യം ഷഹബാസ് എന്ന് പറഞ്ഞൊരു മോനെ എല്ലാം എണ്ണം കൂടെ ചേർന്നു, കുറേ എണ്ണം ചേർന്നു. ഇതിപ്പോൾ 5 പേരെ ലിസ്റ്റാണ് പറയണത്. ഇത് 5 പേരൊന്നും ആയിരിക്കില്ല, എല്ലാം കൂടെ ചേർന്ന് ആ മോനെ തല്ലിക്കൊന്നു. ആദ്യം അത് തല്ലിയെന്ന് പറഞ്ഞാൽ തലയ്ക്ക് നല്ലതുപോലെ അടിച്ച് ഫുള്ളടിയും കിട്ടിയിരിക്കുന്ന അതിൻ്റെ തലയ്ക്കാണ്. തലയ്ക്കെന്ന് പറഞ്ഞാൽ അത് എങ്ങനത്തെ വടിയാണെന്ന് പറയാൻ തന്നെ പറ്റില്ല. അവന്മാരെ കയ്യിൽ ഈ ക്രൂരന്മാരിത് കൊണ്ട് നടക്കണം. ഇവന്മാരെ ക്രൂരന്മാരെന്ന് വേണം പറയാൻ. 15 വയസ്സ് മാത്രമാണ് എല്ലാവരെയും പ്രായം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് മൊത്തം. ഈ മരിച്ച മോന് 10ാം ക്ലാസ്സിൽ പഠിക്കണം. അപ്പോഴേ ഇവന്മാർ പല സ്കൂളുകളിലാണെന്ന് പറയുന്നത്. ട്യൂഷൻ സെൻറ്ററിൽ പ്രോഗ്രാം അവിടെ അടുത്ത് താമരശ്ശേരി ട്യൂഷൻ സെൻറ്ററിൽ പ്രോഗ്രാം നടന്നു. അങ്ങനെ ആ പ്രോഗ്രാമിൽ അപ്പോൾ ഈ കുട്ടി എന്തോ വാങ്ങിക്കാനായിട്ട് അവിടെ കടയിൽ വന്നപ്പോൾ അവിടെ ഒന്ന് കാണാൻ കയറിയായിരിക്കും. അതിപ്പോൾ സ്വാഭാവികമാണല്ലോ, അപ്പോൾ കയറുമല്ലോ. അങ്ങനെ കയറി അപ്പോൾ എന്തോ പ്രോഗ്രാം നടന്നു. അങ്ങനെ എന്തോ അവിടെ കൂവല, അങ്ങനെ എല്ലാവരും കൂവിയതിൻ്റെ ഇനി കൂവിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അമ്മമാർക്കൊരു ഇത് തോന്നിയത്. അങ്ങനെ ആണെന്നാണ് പറയണത്. എന്ത് തന്നെയായാലും വല്ലാത്തൊരു ഇതായിപ്പോയി. ഫുള്ളടി കിട്ടിയതും തലയ്ക്കായിരുന്നു. പിന്നെ ഇത് കരാട്ടയിൽ എന്തോ സാധനം കൊണ്ടാണ് അടിച്ചതെന്ന് പറയാനായിട്ട്. അപ്പം അത്രയും മാരകമായിട്ടുള്ള സാധനങ്ങൾ അവന്മാർ കൊണ്ട് നടക്കണം. അത് അതിനായിട്ട് പ്രത്യേകം കരുതി കൊണ്ട് നടക്കണമായിരിക്കും. ഞാൻ പറയണ യവന്മാരെയൊന്നും വെറുതെ വിടരുത്. വെറുതെ വിടുന്നത് കൊണ്ടാണല്ലോ ഇവർ വീണ്ടും ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പം ഇതിനുള്ള നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. പിന്നെ ഓരോരുത്തരും ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ പറയും, ഇനി ഒരു മക്കൾക്കും ഇത് ആവർത്തിക്കില്ല, ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാവില്ല എന്നിങ്ങനെ പറയും. അങ്ങനെ വെറുതെ പറയണം. അങ്ങനെ പറയുകയും ചെയ്യും, വീണ്ടും നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ മോന് അന്ന് തല ഭയങ്കരമായിട്ട് പെരുപ്പൊക്കെ വന്നു. അവന്മാരൊക്കെ കൊണ്ടുവന്ന് ബൈക്കിൽ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കിയെന്ന് പറയുന്നു. ആക്കിയതിന് ശേഷം അവൻ്റെ തലയ്ക്കകത്ത് പെരുപ്പെന്ന് അവിടെ പറഞ്ഞല്ലോ, കൂട്ടുകാരൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു. അതിനുശേഷം കുട്ടി വല്ലാതെ അങ്ങ് കിടന്നു. പിന്നെ ഛർദിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഛർദിലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരിതായി. അങ്ങനെയാണ് ഹോസ്പിറ്റലിലാക്കണത്. അപ്പോഴേ ഇതിന് എന്തോ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ എന്തോ വാങ്ങിക്കാനായിട്ട് ചായക്ക് വല്ല പൊരിപ്പ് അങ്ങനെ എന്തോ വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ടതെന്നാണ് പറയണത്. അപ്പോഴങ്ങനെ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് പലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് മറ്റവന്മാർ വിളിച്ചിട്ടുണ്ട്. ആരോ വിളിച്ച് അവിടെ ആ ട്യൂഷൻ സെൻറ്ററിലോട്ട് കയറി. അങ്ങനെയാണ് അവിടെ എൻ്റെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തിട്ടാണ് അടിയെന്നാണ് പറയണത്. പക്ഷേ എന്നാലും ഈ കുട്ടിയെ അടിക്കുന്ന സമയത്ത് അവിടെ വേറെ നമ്മൾ വിഷ്വൽ കണ്ടായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ കടയുടെ ഭാഗത്തല്ലേ, ഈ കടയുടെ ഭാഗത്തിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഈ കണ്ടോണ്ട് നിൽക്കണവന്മാർക്ക് എന്ത് വടിയെടുത്ത് കൊടുത്തുകൂടെ? അവന്മാർക്ക് അടി അവന്മാരും അതുപോലെ കൊടുക്കണമായിരുന്നു. കണ്ട് നിൽക്കണവർ കണ്ടോണ്ട് നിൽക്കുകയല്ലാതെ അടിക്കുകയാണ് ചെയ്യാനുള്ളത്. അവിടെ വരണ കേസ് ഏൽക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ വെറുതെ വിട്ടിട്ടാണ് നാട്ടുകാരും കൂടി തല്ലണം. തല്ലിയതിന് ശേഷം മാത്രമേ അവന്മാരെ നിയമത്തിന് വിട്ടുകൊടുക്കാവൂ. ആരായിരുന്നാലും അങ്ങനെയാണ്. പക്ഷേ ഇവർക്കൊന്നും ഇങ്ങനെ ചെയ്യണവർക്കൊന്നും ഒരു പേടിയില്ല. ആളുകൾ പറയും സിനിമ കണ്ടിട്ടാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. സിനിമ കണ്ടിട്ടാണെന്ന് പറയണമെങ്കിൽ ഈ സിനിമ അങ്ങ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അങ്ങോട്ട് കയറ്റി വിടരുത്, തിയേറ്ററിനകത്തോട്ട് കയറ്റി വിടരുത്. അപ്പോഴിത് 18 വയസ്സിന് താഴെയാണോ എന്നറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഇതെന്തായാലും ഭയങ്കര ഒരു സംഭവമായിപ്പോയി. അതിൻ്റെ വാപ്പ ആണെങ്കിൽ പിന്നെ മുമ്പ് ഗൾഫിലായിരുന്നെന്ന് പറയുന്നു. ഇപ്പം നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതുപോലെ വീട് വെച്ചു. കുട്ടിക്ക് ആ വീട്ടിനകത്തൊന്ന് കയറാൻ പോലും ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് കഷ്ടം. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് മൂത്ത മോൻ. ഇതിൻ്റെ ഇളയത് 3 ആൺമക്കളാണെന്ന് പറയുന്നത്. ഇവരെന്ത് പ്രതീക്ഷയോടുകൂടിയാണ് ആ മോനെ പഠിപ്പിച്ചത്. ഇത്ര 10ാം ക്ലാസ് വരെ നല്ലോണം പഠിക്കണ ഒരു മോന്. അതുപോലെ തന്നെ വേറൊരു ദുശീലങ്ങൾ, ആ ഒരു കൂട്ടുകെട്ടോ ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു മോനായിരുന്നു. ഇനി ആ വീട്ടുകാരെ അമ്മായും അപ്പായും ഇങ്ങനെ സഹിക്കും. പിന്നെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട്
കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത് പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയില്ലെന്ന് തോന്നണം. പിന്നെ ഇപ്പം ഇന്നലെ രാത്രിയിലെപ്പോഴും കണ്ടേന് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ഈ കൊച്ചിൻ്റെ വാപ്പ ഇതുപോലെ പത്രപ്രവർത്തകർ ഇപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. പത്രപ്രവർത്തകരല്ല, മാധ്യമപ്രവർത്തകർ അവരുടെ അടുത്ത് ഇതുപോലെ പറഞ്ഞായിരുന്നു. പിന്നെ വാർത്ത കൊടുത്തായിരുന്നു. ഇതുപോലെ എത്ര 70%, 90% വരെ പിന്നെ കുട്ടിയുടെ ജീവൻ കിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറയുന്നു. എന്ത് തന്നെ ആയാലും വീണ്ടും യവന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചെയ്യണ ഒരേ ഒരു കാര്യമുള്ളൂ. അവർക്ക് ഇവിടെ വീട്ടിലെന്തോന്ന് ഫുഡ്, ഓരോ വീടുകളിൽ ചിലപ്പോൾ ചമ്മന്തി ആയിരിക്കും, അങ്ങനെയൊക്കെ അല്ലേ. ചിലവരിട്ട് മീൻ കാണില്ല, അങ്ങനെയൊക്കെയുള്ള ഫുഡുകളാണ് മിക്കുള്ളവർക്ക്. പിന്നെ യവന്മാർക്ക് അവിടെ കിട്ടണ എന്തോന്നാണ് ബിരിയാണി, നല്ല ചിക്കൻ ബിരിയാണി, പിന്നെ ബെറോട്ട, പിന്നെന്തോന്ന് ചപ്പാത്തി, ഇതെല്ലാം കൂട്ടിയുള്ള ഫുഡ് എനിക്കറിയാമെന്നുള്ളതാണ്. ഞാൻ ചൈൽഡിൻ്റെ കേസുമായിട്ട് ഒരിക്കൽ അത് പോയ സമയത്ത് ഞാൻ അവിടെ കണ്ട് ഇന്ന് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ അവരെ ഈ ജയിലിൽ കൊണ്ടുവന്നിട്ടിരിക്കും. അവരെ വിളിക്കുന്നു ഫുഡ് കഴിക്കാനായിട്ട്. ഇങ്ങനെ ബെല്ല് കൊടുക്കും. ബെല്ലടിച്ച് അവർ അപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വന്നങ്ങ് വലിയൊരു ഹാള് പോലെയാണ്. അവിടെ വന്നങ്ങ് കസേരയിൽ നിരന്തരമായിരുന്നു കൊണ്ട് ബിരിയാണിയാണ്. അവരിരുന്ന് വിശാലമായിട്ടങ്ങ് കഴിക്കും, ബിരിയാണി കഴിക്കും. അവർക്ക് ഒരു കൂസലും ഇല്ല. ഈ മക്കൾക്ക് ഭയങ്കര സന്തോഷവും ഈ ജയിലിനകത്തായിരുന്നു. നല്ല നല്ല ഫുഡുണ്ട്. അവർക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരെല്ലാവരുമായിട്ട് പരിചയമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യമുണ്ട്. പിന്നെ എന്ത് തന്നെ ആയാലും ഇത് ആ മോൻ്റെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട്, സഹോദരങ്ങൾക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിയമം ശരിയല്ലാത്തത് കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ നിയമം ഇങ്ങനെയല്ല. ഇപ്പോൾ ഒരാളിനെ കൊന്നിട്ട് ചെന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനും അതുപോലെ കോടതിയായിരുന്നാലും നിയമം അവനെ കൊല്ലാനുള്ള നിയമമാണ് കൊടുക്കാനുള്ളത്. പിന്നെ ഇതിപ്പോൾ നിയമം ശരിയല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. 2025 കഴിഞ്ഞതിന് ശേഷം 2025 തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങി ഫുള്ളും എടുത്തു കഴിഞ്ഞ കൊലപാതകം. നിസ്സാരമായ കാര്യം, ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കുട്ടികൾ തമ്മിൽ. അപ്പം അതും കൊലപാതകത്തിലേക്ക് നയിച്ച് കൊലപാതകം കഴിഞ്ഞ് കൊന്നെന്ന് വേണം പറയാൻ. അടിച്ചു കൊന്നു. ആർക്ക് നഷ്ടം? മാതാപിതാക്കൾക്ക് നഷ്ടം, വീട്ടുകാർക്ക് നഷ്ടം. അവന്മാരെ പിന്നെ സുഖിച്ച് നാളെ ഇനി ഇറങ്ങും. അവന്മാരൊക്കെ ഉടനെ കൊണ്ടങ്ങ് അത് കുട്ടികളല്ലേ, അത് പ്രായപൂർത്തിയാവാത്ത കുട്ടികളല്ലേ എന്ന് പറഞ്ഞത് അവരിങ്ങനെ. ഇതാണ് നിയമം. നല്ല നിയമം കൊണ്ടുവന്നേ പറ്റുള്ളൂ. അവരെ അതുപോലെ ശിക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇവിടെ വെഞ്ഞാറമൂട്ടിൽ 5 കൊല നടന്നത്. അഫാൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരെ ഇതുപോലെ പോയി, ഒരു കൂസലുമില്ല, പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. മാതാവിന് ഓർമ്മ വീണപ്പോൾ എന്തൊരു പിതാവ് ഗൾഫിൽ നിന്ന് വന്നു ചോദിച്ചപ്പോഴും പറയണത് കട്ടിലിൽ നിന്ന് വീണു. എന്തുകൊണ്ട്? മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. മോനെ രക്ഷിക്കുക ഉള്ള സത്യം അവർക്ക് തുറന്ന് പറയാമല്ലോ. എന്ത് തന്നെയായാലും അവർക്ക് ഓർമ്മ വീണായിരുന്നു. അപ്പം ഉള്ള സത്യം അവർ തുറന്ന് പറയുന്നില്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോഴേ മക്കൾക്ക് കൂട്ടുനിന്നു എന്നുള്ള ഇത്രയും സംഭവം നടന്നിട്ട് ഉള്ളത് അവർക്ക് തുറന്ന് പറയാമായിരുന്നല്ലോ. നീ അയാളെ മരിച്ചെന്ന് അറിഞ്ഞില്ല ഇതുവരെ. അറിയിച്ചാൽ പറയുമെന്ന് അറിഞ്ഞൂടാ, ചിലപ്പോൾ പറയുമായിരിക്കും. ഇപ്പോഴ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ കുട്ടികളായിരുന്നാലും അവർക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. അവർ പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ അവർക്ക് നല്ല ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനത്തെ നിയമം വരണം. അല്ലാതെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം ഇട്ടിരുന്ന വെറോട്ടയും ബിരിയാണിയൊക്കെ കൊടുത്ത് അവരെ അവർക്കവിടെ സുഖ ജീവിതം, വീട്ടിലെ കാട്ടി സുഖമാണ് അവർക്കവിടെ. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ ജാമ്യത്തിൽ ഇറങ്ങില്ല. അവർ അറിവില്ലാതെ ചെയ്തെന്ന് പറയും. അവർക്ക് എല്ലാ അറിവുമുണ്ട്. ഇന്ന് അതിങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവർ പിന്നെ ഇറങ്ങിയിട്ട് വേറെ തരം കാണിച്ചുകൂടാന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ്
അപ്പം നല്ല നിയമം കൊണ്ടുവരണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.